പുനലൂർ നഗരസഭാ കാര്യാലയത്തിന് മുൻവശത്തുള്ള നഗരസഭയുടെ 7 നില ബിൽഡിംഗ് കാട് കയറി പൊട്ടിപ്പൊളിഞ്ഞ് അപകട ഭീഷണി നേരിടുന്നു. ദൂരദർശൻ റിലേ കേന്ദ്രം ഉൾപ്പെടെ 50ഓളം സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഭിത്തിയുടെ വശങ്ങളിൽ കൂറ്റൻ ആൽമരങ്ങളാണ് കിളിർത്തുവരുന്നത്. പെയിന്റുകൾ പൂർണ്ണമായും നിറം മങ്ങി. ഒറ്റ സ്ഥാപനത്തിൽ പോലും വെള്ളം കിട്ടാനില്ല. ബാത്റൂമിന്റെ പൈപ്പുകൾ പൊട്ടിപ്പൊളിഞ്ഞ് മലമൂത്ര വിസർജനങ്ങൾ ഭിത്തിയിലൂടെ ഒലിച്ചിറങ്ങുകയാണ്. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. നഗരസഭയിൽ ഭരണസ്തംഭനമാണെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് എബ്രഹാം ജോർജ് ആരോപിച്ചു. ആ 7 നില കോംപ്ലക്സിന്റെ പരിസരത്ത് നിൽക്കുന്ന ആലും അതിൽ കിളിച്ചു വരുന്ന ആലുകളും വൃത്തിഹീനമായ മേളിലുള്ള കക്കൂസുകൾ പൊട്ടിയൊലിക്കുന്നതുമായ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നഗരസഭാ അധ്യക്ഷയുടെ തൊട്ടു മുമ്പിലുള്ള ഈ 7 നില കോംപ്ലക്സ് സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ പുനലൂർ നഗരസഭയിലെ 35 വാർഡുകളിലും സ്ഥിതി എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കണം. ഒരു ഭരണസമിതി ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം പുനലൂർ നഗരസഭയിൽ ഒരു വികസന പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ.